ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും, അറിവിൻ്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും, അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും, അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി, അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തേത് വാസ്തവത്തിൽ ഒരു പ്രത്യേക വെബിനാറാണ്. നിങ്ങൾക്കറിയാം, സാധാരണ സൈക്കോളജി, ഹിപ്നോസിസ്, പാരാസൈക്കോളജി തുടങ്ങിയ വിഷയങ്ങളിലാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വെബിനാറുകൾ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വിഷയമാണ് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഒരു പ്രത്യേക വെബിനാറാണ് എന്ന് പറഞ്ഞു. ആ പ്രത്യേക വെബിനാറിന് ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് നമുക്ക് വരാം. ശരിക്കും നമ്മളിവിടെ ദഹനത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രാഥമികമായിട്ടുള്ള, എന്നാൽ വളരെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മെഡിക്കൽ സയൻസിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ വളരെ ആഴത്തിലുള്ള അറിവുകളെ മുൻനിർത്തി, വളരെ ആഴത്തിലുള്ള സിദ്ധാന്തങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ട് കീറി മുറിക്കേണ്ടതില്ല. പ്രാഥമികമായിട്ടുള്ള ചില അറിവുകൾ മാത്രമായിട്ട് കരുതിയാൽ മതി, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രത്യേക വെബിനാർ എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. അതിന് കാരണം ഒരു ഒരു അനുഭവമാണ് ഇതുപോലൊരു വെബിനാർ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഞാനൊരു 3 ആഴ്ചകൾക്ക് മുൻപ് ഒരു യാത്ര പോയപ്പോൾ, ഒരു തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്ര പോയപ്പോൾ, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണുകയാണ്. എൻ്റെ സൈഡിൽ, ഓപ്പോസിറ്റ് സീറ്റിലായിട്ട് ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫാമിലിയുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടി, ഒരു 2 വയസ്സൊക്കെയുള്ള, 2 വയസ്സ്, ജസ്റ്റ് ഒരു 2-2.5 വയസ്സുണ്ടാകും, അത്രയേ ഉള്ളൂ, ഒരു പെൺകുട്ടി ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ അച്ഛനാണ് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷെ ആ ഭക്ഷണം കൊടുത്ത രീതിയാണ് എന്നെ ചിന്തിപ്പിച്ചത്. എൻ്റെ കാര്യം ഇങ്ങനെയാണ്. കുഞ്ഞിന് മുന്നിൽ ഒരു മൊബൈല് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മേശയിലൊരു ചെറിയ ടേബിളിലൊരു ചെറിയ സപ്പോർട്ട് കൊടുത്തിട്ട് മൊബൈൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലെന്തോ പ്രോഗ്രാം നടക്കുകയാണ്. എന്താണെന്ന് എനിക്ക് കാണില്ല, കാരണം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞ് ഈ മൊബൈലിൽ ശ്രദ്ധിച്ചുകൊണ്ട്, അതിലെന്താണോ പ്രോഗ്രാം നടക്കുന്നത്, കാർട്ടൂൺ എന്തോ ആണ്, ശബ്ദങ്ങൾ കേൾക്കാം, അത് ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തക്കത്തിന് കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിൻ്റെ വായിലേക്ക് ഇങ്ങനെ ഭക്ഷണം വെച്ചു കൊടുക്കുന്നു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഭക്ഷണം വെച്ചു കൊടുക്കുന്നു, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വാസ്തവത്തിൽ കുഞ്ഞ് ഇത് അറിയുന്നേയില്ല. മനസ്സിലായോ അതിൻ്റെ അപകടം? അല്ലെങ്കിൽ വരാം, എന്താണ് അപകടം എന്ന് ഞാൻ പറയാം. നിങ്ങൾ കരുതുന്നുണ്ടാവും, എങ്ങനെയും ചിലപ്പോൾ അമ്മമാർ ചിലപ്പോൾ കരുതുന്നുണ്ടാവും, ഓ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പെടുന്ന ഒരു പാട്, എങ്ങനെയെങ്കിലും അതുങ്ങളൊന്ന് കഴിപ്പിച്ചെടുത്താൽ പോരേ എന്ന്. അത് നിങ്ങൾ ഈ വെബിനാർ കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് അതിൻ്റെ പ്രാധാന്യമെന്ന്. അപ്പൊ ഇവിടെയുള്ള ദഹനത്തിന്റെ അവിടെ നിൽക്കട്ടെ, ഇവിടെയുള്ള മറ്റ് 2-3 കാര്യങ്ങൾ ഞാൻ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചപ്പോൾ അതിന്റെ കഴുത്ത് ഇങ്ങനെയായിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഈ ജിറാഫിന്റെ ഒക്കെ കഴുത്തിരിക്കുന്ന മാതിരി മുന്നോട്ടിരിക്കുകയാണ്. കാരണം ഈ ടി വി സ്ക്രീനിന്റെ അടുത്തേക്ക്, ടി വി സ്ക്രീനല്ല, മൊബൈൽ സ്ക്രീനിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് കഴുത്ത് വളഞ്ഞിട്ട് ഒന്ന്. അപ്പോൾ ആ കഴുത്തിന്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന സമയത്ത് കഴുത്തിന് എത്രത്തോളം പ്രോബ്ലം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സിസ്റ്റത്തിന്റെ മുന്നിൽ സ്ഥിരമായിട്ട് ഇന്ന് ജോലി ചെയ്യുന്നവർക്ക് അറിയാം, കുറച്ച് കഴിയുമ്പോൾ ഈ ഭാഗത്തൊക്കെ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നും അതിനൊക്കെ എത്രമാത്രം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതും. 1. 2, ഈ കുഞ്ഞ് ഇമ വെട്ടുന്നേയില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, കുഞ്ഞ് ഇമ വെട്ടുന്നേയില്ല. വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇമ വെട്ടാതെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിന്റെ കാഴ്ചയെ അത് എത്രമാത്രം ബാധിക്കുമെന്ന് നോക്കിക്കോളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്നതിൽ എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരൂ കേട്ടോ, കാരണം നിങ്ങൾ വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ കട്ടായി പോയേക്കാം. സോ വീഡിയോയിൽ വരും. ഞാൻ കരുതുന്നു ഒരു 40 വയസ്സിന് മുകളിലുള്ളവരാണ് ഈ പ്ലാറ്റ്ഫോമിൽ അധികവും. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴാണ് സ്പെക്സ് ഉപയോഗിച്ച് തുടങ്ങിയത്? ഭൂരിഭാഗത്തിന്റെ കാര്യം ഏകദേശം എത്ര പ്രായം കഴിഞ്ഞപ്പോഴാണ് സ്പെക്സ് ഉപയോഗിച്ച് തുടങ്ങിയത്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നമ്മുടെ ഈ തലമുറ, അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ തലമുറ എടുത്തു നോക്കൂ. നമ്മുടെയൊക്കെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ മുത്തശ്ശൻ, മുത്തശ്ശിയൊക്കെ എടുത്തു നോക്കൂ. അവരൊക്കെ 70-ഉം 80-ഉം വയസ്സിൽ പോലും സ്പെക്സ് ഉപയോഗിച്ചിട്ടുണ്ടായില്ല. സാധ്യത വളരെ കുറവാണ്. നമ്മുടെ തൊട്ടു മുന്നിലുള്ള തലമുറ എടുത്തു നോക്കൂ, വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ പ്രായത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പെക്സ് വെച്ച 1-2 കുട്ടികൾ മാത്രമേ ഒരു സ്കൂളിൽ ഒന്നായിട്ടുണ്ടാവുള്ളൂ. അവരെയൊക്കെ എന്തോ വിചിത്ര ജീവികളെ നോക്കുന്ന മാതിരിയാണ് ഞങ്ങളൊക്കെ നോക്കിക്കണ്ടിരുന്നത്. റിയലി
നിങ്ങളൊക്കെ എത്ര പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ ലൈവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ എടുത്ത് നോക്ക്. ഇന്നത്തെ കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കൂ. അവർക്ക് ഏത് പ്രായത്തിൽ സ്പെക്സ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്? അത് 3-4 വയസ്സ് മുതൽ പിള്ളേർ ഉപയോഗിക്കുന്നുണ്ട്. ചെറു പ്രായത്തിൽ വരെ. കഷ്ടം തോന്നും, കഷ്ടം തോന്നും അല്ലേ? ഉം. എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സിലൊക്കെ വളരെ കൂടുതൽ കുട്ടികൾ ഇന്നത് കോമൺ ആയിരിക്കുന്നു. കോമൺ ആയിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? അതിന്റെ കാരണങ്ങൾക്ക് അധികം എവിടെയും ദൂരെ നമ്മൾ പോകേണ്ടതില്ല. ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണങ്ങൾ. പ്രധാനമായിട്ടും മൊബൈല്, അതിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻസ്, പ്രത്യേകിച്ച് വില കുറഞ്ഞ മൊബൈൽ ഫോണുകളിൽ കണ്ണിന് സ്ക്രീനിൽ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതിൽ കണ്ണിന് ഹാനികരമായിട്ടുള്ള പല വിധത്തിലുള്ള റേസ് വരുന്നുണ്ട്. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഇത് വെച്ചു കൊടുത്താലുള്ളൊരു അവസ്ഥ നോക്ക്. സാധാരണ മുതിർന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ, ഈ കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചു, ആ കുട്ടി കണ്ണ് ചിമ്മാതെ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. കണ്ണ് ചിമ്മാതെ ഇരുന്ന് നോക്കുകയാണ്. അപ്പോൾ ഒന്ന്, ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞ് അറിയുന്നില്ല. 2, അതിന്റെ കഴുത്തിങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്. 3, അത് കണ്ണ് ചിമ്മുന്നില്ല. ഇത്ര കാര്യം മതി. ഇത്രയും കാര്യങ്ങൾ കോർത്തിണക്കി കഴിഞ്ഞാൽ ഈ കുഞ്ഞിന്റെ ഭാവി എന്താ? വിദൂര ഭാവിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ 2.5 വയസ്സുള്ള കുഞ്ഞ് ഒരു 10 വയസ്സിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇനി ശാരീരികമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് മാനസികമായിട്ടുള്ള സംഗതി വരട്ടെ. അച്ഛനും അമ്മയുമായിട്ട് കുഞ്ഞിന് ഒരു മാനസിക വൈകാരിക അടുപ്പം, വൈകാരികമായിട്ടുള്ള ഒരു സമന്വയം സംഭവിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഭക്ഷണം കൊടുക്കുന്നതിലുണ്ട്. ഹിപ്നോസിസ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, സസെപ്റ്റബിലിറ്റി, സ്വീകരണക്ഷമത. അപ്പൊ ഒരു വ്യക്തിയുടെ സസെപ്റ്റബിലിറ്റിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അവരെ കൊണ്ട് അവർ നോ എന്ന് പറയാത്ത കാര്യങ്ങൾ പരമാവധി ചെയ്യിപ്പിക്കൂ എന്ന്, അല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞിന് ഒരു അല്പം ഭക്ഷണം കൊടുക്കുക, മോനെ ഒന്ന് വാതിറക്ക്, മോനെ ഇതൊന്ന് കഴിക്കും, ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ വാതുറക്കുന്നു, നമ്മൾ പറയുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നു, ചവയ്ക്കാൻ പറയുമ്പോൾ ചവയ്ക്കുന്നു, അതിന്റെ ടേസ്റ്റ് നോക്കാൻ പറയുമ്പോൾ ടേസ്റ്റ് നോക്കുന്നു. അപ്പൊ ഈ കുഞ്ഞിന്റെ സ്വീകരണക്ഷമത എത്രമാത്രം ഉയർന്നതായിരിക്കും? അപ്പൊ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ എന്താ? കൃത്യമായിട്ടുള്ള അനുസരണശീലം ഉണ്ടാകും. അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ക്ഷമത ആ കുഞ്ഞിനുണ്ടാകും. മറ്റേത് അതും താരതമ്യേന കുറവായിരിക്കും. ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല, താരതമ്യേന കുറവായിരിക്കും. ഒന്ന്. അതുപോലെ അതിനെ മടിയിൽ പിടിച്ചിരുത്തി, ഒരു കുഞ്ഞിനെ മടിയിൽ പിടിച്ചിരുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പർശനത്തിന്റെ സുഖം, നമ്മൾ സാധാരണഗതിയിൽ ഹിപ്നോസിസ് ക്ലാസ്സുകളിലൊക്കെ പഠിക്കാറുണ്ട്, നമ്മളെ ഇൻഫർമേഷൻസ് എടുക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് തുടങ്ങിയ ഭാഗങ്ങളിലൂടെ. ആ സ്പർശനത്തിന്റെ സുഖം ത്വക്കിലൂടെ അറിയുന്നുണ്ട്. അമ്മയുടെ അച്ഛൻ്റെ ഊഷ്മളമായിട്ടുള്ള ഗന്ധം മൂക്കിലൂടെ അറിയുന്നുണ്ട്. അവരുടെ മധുരമായിട്ടുള്ള വാക്കുകൾ ചെവിയിലൂടെ അറിയുന്നുണ്ട്. അവർ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ രുചി നാവിലൂടെ അറിയുന്നുണ്ട്. അവരെ കാണുന്നുണ്ട് കണ്ണിലൂടെ. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും കുഞ്ഞ് അവൻ്റെ മാതാപിതാക്കളെ പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് എടുക്കുകയാണ് ഭക്ഷണത്തോടൊപ്പം. മാത്രമല്ല, നമുക്കറിയാം ഭക്ഷണം കൊടുക്കുന്നവരോട് അറിയാതെ തന്നെ ഒരു കടപ്പാടുണ്ടാകുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കേസുകളിൽ ആരാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് കുഞ്ഞ് അറിയുന്നില്ല. എന്താണ് ഇതിന്റെ രുചി എന്ന് കുഞ്ഞ് അറിയുന്നില്ല. എന്താണ് കഴിക്കുന്നതെന്ന് പോലും കുഞ്ഞ് അറിയുന്നില്ല. അതിന് നിറഞ്ഞോ ഇല്ലയോ കുഞ്ഞറിയുന്നില്ല. ഇതാണ് സ്ഥിതി. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പബ്ലിക്കുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാറില്ല, അധികം ഇടപെടലുകൾക്കൊന്നും നിൽക്കാറില്ല. പക്ഷെ ഇതെന്തോ അവരോടൊന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ ആ സമയത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല. കൈ കഴുകി വന്നു കഴിഞ്ഞ ശേഷം ആ കുഞ്ഞിന്റെ അച്ഛന് ഞാനൊന്ന് വിളിച്ചൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ പുള്ളി മനസ്സില്ലാ മനസ്സോടെ വന്ന് ഞാൻ ഒന്ന് ഓപ്പോസിറ്റ് ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ ഓപ്പോസിറ്റുള്ള ചെയർ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു, ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റസ് അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി. അത് കുറച്ചുകൂടി ആധികാരികത കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എന്തോ അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും തുടർന്നില്ല, ശരിയെന്ന് പറഞ്ഞിട്ട് മതിയാക്കി. പക്ഷെ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കതൊരു പക്ഷെ വലിയൊരു കുറ്റബോധത്തിനിടയാകുമായിരുന്നു പിന്നീടെപ്പെങ്കിലും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ, അത് എത്രമാത്രം ഭീകരമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെന്ന്. ഒന്ന് പറയാമോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ?
സാർ ഇതൊക്കെ തന്നെയാണ് എല്ലാ വീടുകളിലും നടക്കുന്നത്. കുഞ്ഞു കുട്ടികൾ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ പാരന്റ്സ് ഉണ്ടല്ലോ, അവർക്ക് കുട്ടി എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നാണ്. ഇപ്പൊ എന്റെ വീട്ടിലും എന്റെ സിസ്റ്ററിലോന്റെ മകന്റെ കുട്ടികൾക്കൊക്കെ അവർ ആ ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈല് കാർട്ടൂൺ കാണിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവര് പറയുന്നത് അതെങ്ങനെയെങ്കിലും വയറ് നിറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ കുട്ടി കരയും. കുട്ടി വിശക്കുമ്പോ കരയുന്നു എന്നുള്ളത് മാത്രമേ അവരെ അറിയുന്നുള്ളൂ. എങ്ങനെ കൊടുക്കണമെന്ന് ആ കുട്ടിക്ക് അവർക്ക് അറിയാം, പാരന്റ്സിന് അറിയുന്നില്ല. ഇപ്പൊ നമ്മുടെ വീട്ടില് എപ്പോഴെങ്കിലും വരുമ്പോ നമ്മൾ അതിനെ മനസ്സിലാക്കി കൊടുത്താലും അത് എത്രമാത്രം പ്രായോഗികമായിട്ട് എടുക്കുന്ന സാറ് പറഞ്ഞ അതേ രീതിയാണ് നമുക്കും അനുഭവം. അതുപോലെ ജങ്ക് ഫുഡ് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ജങ്ക് ഫുഡാണെന്ന് തോന്നുന്നു കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടാകുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ജങ്ക് ഫുഡ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചിട്ട്. ഈ ജങ്ക് ഫുഡ് അതിൻ്റെ പുറത്ത് കുറേ സംഗതികളൊക്കെ എഴുതിയിട്ടുണ്ടാകും, പക്ഷെ ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, നിങ്ങൾ കുഞ്ഞിന് കൊടുക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറുക്കെന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അതിന് എന്തൊക്കെയാണ് പ്രാദേശികമായിട്ട് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. കൂവരകൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സംഗതികൾ, അതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. എന്ത് ഭക്ഷണം ആയിക്കോട്ടെ, അത് കൊടുക്കാൻ ഒരു 2 മണിക്കൂർ ഭക്ഷണം വൈകിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം നിങ്ങൾ വെറുതെ ഫ്രിഡ്ജിൽ വെക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം കേടായി പോകും. അപ്പൊ ഈ ടിന്നിലടച്ചിട്ട് കവറിലടച്ചിട്ടൊക്കെ വരുന്നത് എത്രയോ കാലം കേടാകാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ലേ? ഇത് കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റിംഗ് സിസ്റ്റത്തിനെ ബാധിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കുക. ശരി. അപ്പോൾ ഈ കണ്ട കാഴ്ച എന്തോ അതിനെക്കുറിച്ച് കുറച്ച് ആഴത്തില് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് തോന്നി. അതിൻ്റെ പിന്നിൽ പോയ യാത്രയുടെ, അതിൻ്റെ പിന്നിൽ പോയ ഒരു പഠനത്തിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരോഗ്യം വേണ്ട എന്ന് കരുതുന്ന ആരും നമ്മുടെ ഭാഗത്തില്ല. അപ്പൊ ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെങ്കിൽ, ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ കേട്ടിരിക്കുന്നത്? നല്ല ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം, എല്ലാം പറയുന്നുണ്ട്. ഇതിനൊക്കെ പരമാവധി നമ്മൾ ശ്രമിക്കാറുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുന്നു, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും പലർക്കും ക്ഷീണമാണ്. ആ കഴിച്ചതിൻ്റെ ഒരു ഉന്മേഷം ഇങ്ങോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആരോഗ്യം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. നല്ല പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്, പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. എന്നിട്ടും ശരീരത്തിന് ക്ഷീണമാണ്, ഉന്മേഷമില്ല. ഇനി അതൊക്കെ പോട്ടെ, ക്ഷീണമാണ്, ഉന്മേഷമില്ല, സാരില്ല. എന്നാൽ അതിനോടൊപ്പം വയറിലെ അസ്വസ്ഥത, ഗ്യാസ്, നെഞ്ചിരിച്ചില് ഇതൊക്കെ തുടങ്ങിയാലോ? അല്ലെങ്കിൽ ഇതും കൂടി ഉണ്ടായാലോ? എന്താണ് ഇത്ര കൃത്യമായിട്ട് ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ശരിക്കും പണ്ട് മുതലേ കേട്ടുവരുന്ന ഒരു ചൊല്ലുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരമെന്ന്. അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരം എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ശാസ്ത്രം കൃത്യമായിട്ട് പറയുന്ന ഒരു സത്യമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മൾ കഴിക്കുന്നതല്ല നമ്മുടെ ആരോഗ്യം, നമ്മൾ കഴിക്കുന്നതുമല്ല നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. മറിച്ച് എന്താണ് ദഹിക്കുന്നത്, എന്താണ് ശരീരം സ്വീകരിക്കുന്നത്, ശരീരം വലിച്ചെടുക്കുന്നത്, അതാണ് നമ്മുടെ ശരീരം. അത് മാത്രമാണ് നമ്മുടെ ശരീരം. അപ്പൊ ഈ ഒരു സത്യം, ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ മാറിക്കിട്ടും. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെക്കുറിച്ച് വളരെ പ്രാഥമികമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരുപാട് ആഴത്തിലുള്ള സൈദ്ധാന്തികമായിട്ടുള്ള അറിവുകൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു സെഷൻ അല്ല ഇത്. അത്രയൊക്കെ ആഴത്തിൽ പറയാൻ ഞാനൊരു ഡോക്ടറല്ല, അത് നിങ്ങൾക്കറിയാം. എൻ്റെ വിഷയം സൈക്കോളജിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ദഹന വ്യവസ്ഥയെ നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ വായു മുതൽ കുടൽ വരെയുള്ള ആ ഒരു യാത്ര, ഭക്ഷണത്തിൻ്റെ യാത്ര, ഈ യാത്രയെക്കുറിച്ച് ചിലതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്.
ഫുഡിനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പം നമുക്കൊരു ഫാക്ടറി ആയിട്ട് വേണമെങ്കിൽ ഇതിനെ സങ്കല്പിക്കാം, ഒരു ഫുഡ് പ്രോസസ്സിങ് ഫാക്ടറി ആയിട്ട് സങ്കല്പിക്കാം. അപ്പം ഈ വ്യവസ്ഥ എന്ന് പറയുന്നത്, ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറിയാണ് എങ്കിൽ ഈ ഫാക്ടറിയിലെ ആദ്യത്തെ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ വായയാണ്. വേണമെങ്കിൽ ഒരു ക്രഷർ എന്ന് പറയാം. നമ്മുടെ വായയാണ് ആദ്യത്തെ മെഷീൻ എന്ന് പറയുന്നത്. വായയുടെ ധർമ്മം എന്ന് പറയുന്നത് ഭക്ഷണത്തെ നന്നായിട്ട് ചവച്ചരച്ചിട്ട് ഉമിനീരുമായിട്ട് കലർത്തുക എന്നുള്ളതാണ് വായയുടെ ജോലി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, അത് കുഞ്ഞിൻ്റെ ഉദാഹരണം. കുഞ്ഞുങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, മുതിർന്നവരുടെ കാര്യം എടുത്തോളൂ. മിക്കവാറും പേരെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് പോലും ഒരു കയ്യിലിങ്ങനെ മൊബൈൽ പിടിച്ച് അതിൽ നോക്കി ഇങ്ങനെ ഭക്ഷണം എടുത്ത് ഭക്ഷിക്കുന്നത് കാണാം. അവരും അറിയുന്നില്ല ഈ ഓർഡർ ചെയ്ത ഭക്ഷണം എല്ലാം എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് തന്നെയാണോ എത്തിയിരിക്കുന്നത്, അതിലെന്തെങ്കിലും കേടുണ്ടോ, അതിലെന്തെങ്കിലും അപാകതയുണ്ടോ, ഇതൊന്നും അറിയുന്നില്ല. ഒരു കയ്യിൽ മൊബൈലും പിടിച്ച് ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചവയ്ക്കുന്നില്ല. ചവയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ താരതമ്യേന കുറവായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക, വിഴുങ്ങുന്നത് മാതിരിയായി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കുടിക്കുക, ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിലേക്കൊക്കെ നമുക്ക് വരാം, വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യങ്ങളിലേക്ക്. 3-4 ഗ്ലാസ് വെള്ളവും കുടിക്കും. ഇനി വീട്ടിലാണെങ്കിലോ മൊബൈൽ അല്ലെങ്കിൽ TV, സീരിയൽ, ഇതെന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണും മനസ്സും മുഴുവൻ TV-യിലായിരിക്കും അല്ലെങ്കിൽ മൊബൈലിലായിരിക്കും. ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നില്ല, ഭക്ഷണത്തിൻ്റെ ഗന്ധം അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കഴിക്കുന്നത് എന്ന് പോലും അറിയുന്നില്ല. തമാശയായിട്ട് അടുത്തൊരു കഥ കേട്ടു. ഒരാൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അടുത്ത കൂട്ടത്തിൽ കഴിക്കുന്ന ഒരാള് അപ്പുറത്തെ പ്ലേറ്റിൽ എന്നൊരു സംഗതി കൊണ്ട് എടുക്കുന്ന സമയത്ത് ഇപ്പുറത്തിരുന്ന ആൾ പറയുകയാണ്, അത് കഴിക്കണ്ട, അത് കഴിച്ചിട്ട് ഒരു രുചിയും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ എടുത്ത ആൾ പറയുന്നുണ്ട്, ഇത് കഴിക്കാനുള്ളതല്ല, ഇത് ടിഷ്യൂ പേപ്പർ അത്രേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ആദ്യത്തെ ആൾ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് അതിനെടുത്ത് അടിച്ചു വിട്ടു. അപ്പൊ ഭാഗ്യത്തിന് അദ്ദേഹം രുചിയില്ല എന്നുള്ള മനസ്സിലായി. അത് മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുത്തതാ. റിയലി അത് കുറച്ച് കഥയായിട്ട് എടുത്താൽ മതി, പക്ഷെ ഇതിൽ മെജോറിറ്റി നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ മൊബൈലോ TV-യോ ഒക്കെ കണ്ടുകൊണ്ട് ഒക്കെ നോക്കിക്കൊണ്ട് ഭക്ഷണം ചവച്ചരയ്ക്കാതെ വിഴുങ്ങുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ഈ ചവച്ചരയ്ക്കാതെ വിഴുങ്ങുന്ന ഭക്ഷണം നേരെ പോകുന്നത് രണ്ടാമത്തെ മെഷീനായിട്ടുള്ള ആമാശയത്തിലേക്കാണ്, അല്ലെങ്കിൽ വയറിലേക്കാണ് രണ്ടാമത് ഭക്ഷണം പോകുന്നത്. ഇനി ഒരു ക്രഷറിന്റെ ഉദാഹരണം തന്നെ എടുക്കും. ക്രഷർ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാറയൊക്കെ പൊട്ടിക്കുന്ന ആ പ്രോസസ്സ് നടക്കുന്ന മെഷീൻ എടുത്തോളൂ. അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് എനിക്ക് അറിയില്ല, എങ്കിൽ ഞാൻ പറയുകയാണ്, അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൽ ഒരു ഭാഗത്തുകൂടി വലിയ പാറ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ മെഷീൻ ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു വലിപ്പത്തിൽ പൊട്ടിച്ചിട്ട് രണ്ടാമത്തെ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ മെഷീൻ അതിനെ കൃത്യമായിട്ട് പൊട്ടിച്ച് മൂന്നാമത്തേൽ ഇട്ടിട്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യത്തെ മെഷീനിലിടുന്ന വലിയ പാറക്കഷ്ണങ്ങൾ കൃത്യമായിട്ട് പൊട്ടിക്കാതെയാണ് രണ്ടാമത്തെ മെഷീനിലേക്ക് പോകുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കും? കൃത്യമായി പ്രോസസ്സ് നടക്കില്ല. മെഷീൻ കേടുവരും. അതായത് രണ്ടാമത്തെ മെഷീൻ അത് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പൊ ആ മെഷീൻ അവിടെ സ്ട്രക്ക് ആകും. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞ മനസ്സിലായോ? ആദ്യത്തെ മെഷീൻ വലിയ പാറക്കഷ്ണങ്ങളെ കൃത്യമായിട്ട് പൊട്ടിച്ചിട്ട് ആദ്യത്തെ മെഷീന് കുറച്ചുകൂടി കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ഈ പല്ലിന്റെ സ്ട്രെങ്ത് ഒന്നും ഇല്ല താഴേക്ക് പോയി കഴിഞ്ഞാല്. കടിച്ചു പൊട്ടിക്കാനും വലിച്ചെടുക്കാനൊന്നും പറ്റില്ല താഴേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പൊ ഇതേമാതിരി താഴേക്ക് പോയി കഴിഞ്ഞാൽ അതവിടെ സ്ട്രക്കാകും, വയറിന് അസ്വസ്ഥതയാകും, ദഹിപ്പിക്കാൻ പറ്റില്ല. ഇനി ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സാധാരണഗതിയിൽ പറയുന്നത്, ഓരോ പ്രാവശ്യം ഓരോ വായ ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും മിനിമം 20 പ്രാവശ്യമെങ്കിലും ചവയ്ക്കണം എന്നുള്ളതാണ്. നമ്മുടെ പല്ലുകളുടെ ഘടന നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. മുന്നിലെ പല്ലിന്റെ ഘടനയല്ല പിന്നിലെ. ഭക്ഷണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണമെന്നാണ് പറയുന്നത്. മിക്കവാറും എല്ലാ പല്ലുകളിലൂടെയും കയറി ഇറങ്ങി അത് കൃത്യമായിട്ടുള്ള പേസ്റ്റ് രൂപത്തിൽ താഴേക്ക് പോകണം എന്നാണ് പറയുന്നത്.
അങ്ങനെ അങ്ങനെയാണോ പോകുന്നത്? ഇത് ചെറിയ ഉണ്ടകൾ ഉരുട്ടി അല്ലെങ്കിൽ കഷ്ണം എടുത്തിട്ട് വായ്ക്കുള്ളിലിട്ട് ഒരു വെള്ളവും എടുത്ത് ഗ്ലം ഒഴിക്കും. ഈ ക്ലോസറ്റിലൊക്കെ വെള്ളം ഒഴിക്കുന്ന മാതിരി. കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാ. അപ്പോ ഇതെന്താ സംഭവിക്കുന്നത്? രണ്ടാമത്തെ ഭാഗത്തിന് അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ദഹന പ്രശ്നങ്ങൾ അവിടെ തുടങ്ങും. ഇതാണ് ഇനി അപ്പൊ ചവച്ചിക്കാതെ കഴിച്ചാലുള്ള പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത ആമാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, നമ്മുടെ ആമാശയം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് നിറഞ്ഞിട്ടുള്ള ഒരു വലിയ ടാങ്കാണ്. അപ്പോ വായയിലൂടെ നമ്മൾ കൃത്യമായിട്ട് ആമാശയത്തിലേക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ പേസ്റ്റ് രൂപത്തിലാണ് എങ്കിൽ അതിനെ ശരിയായ വിധത്തിൽ പ്രോസസ്സ് ചെയ്യാൻ ഈ പറയുന്ന ആസിഡും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിന് പറ്റും. അതല്ല എങ്കിൽ സംഭവിക്കുന്നത്, അതിന് മാനേജ് ചെയ്യാൻ പറ്റാത്ത വലിപ്പത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ, ചിക്കനൊക്കെ അല്ലെങ്കിൽ പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ വിഴുങ്ങിക്കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇത് അലിയില്ല, കൃത്യമായിട്ടുള്ള പ്രോസസ്സിങ് അവിടെ നടക്കില്ല. അങ്ങനെ വരുമ്പോൾ അത് അവിടെ കിടന്നിട്ട് അഴുകാൻ തുടങ്ങും. ഭക്ഷണം അവിടെ കിടന്നിട്ട് അഴുകും. അതിന് ഫെർമെന്റേഷൻ സംഭവിക്കും. ഇതാണ് പൊതുവിലെ നെഞ്ചിരിച്ചില്, പുളിച്ചു തികട്ടല് ഈ വിധത്തിലൊക്കെ അനുഭവപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഭക്ഷണം എടുത്ത് വായിൽ വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അത് വിഴുങ്ങുക എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കും? കെമിസ്ട്രീന്റെ ബാലപാഠമെങ്കിലും അറിയുന്ന നിങ്ങൾക്ക് അറിയാം എന്താ, ഈ ആസിഡിന്റെ പി എച്ച് മീൻസ് അതിന്റെ തീവ്രത അത് കുറഞ്ഞു പോകും. അവിടെയാണ് കൃത്യമായിട്ട് ദഹിക്കേണ്ടത്, ഈ ആസിഡിന്റെ പവറും കൂടി ഉപയോഗിച്ചിട്ട്. അതവിടെ സംഭവിക്കില്ല. വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും, അപ്പൊ ഇതിന്റെ പി എച്ച് കുറയും, ഇതിന്റെ തീവ്രത കുറയും, അപ്പൊ കൃത്യമായിട്ട് ഇതിന് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒന്ന് ചവയ്ക്കുന്നേ ഇല്ല, അതിന്റെ കൂടെ വെള്ളവും കൂടി പോകുന്നു. പൊതുവേ ദുർബല കൂട്ടത്തിൽ ഗർഭിണി എന്ന് പറഞ്ഞ മാതിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പ്രോസസ്സ് അവിടെ നടക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഗ്യാസായിട്ടും പുളിച്ചു തീട്ടലായിട്ടും നെഞ്ചിരിച്ചിലായിട്ടും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങും. ഇനി ഒന്ന് പറയൂ, ഇതൊക്കെ പൊതുവിൽ സംഭവിക്കുന്നുണ്ടോ, സംഭവിച്ച് കാണുന്നുണ്ടോ? ഒന്ന് പറയാമോ ആരെങ്കിലും ഒക്കെ? ഇഷ്ടം പോലെ മിക്ക സ്ഥലത്തും കാണുന്ന കാര്യങ്ങളാ. നമ്മളുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ട്. ഇതെന്തിനാ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സയൻസ് നമുക്ക് അറിയില്ല. നമുക്ക് പെട്ടെന്ന് കഴിക്കണം, നമുക്ക് സമയമില്ല, പെട്ടെന്ന് കഴിക്കണം, അതിനുവേണ്ടിയാ ചെയ്യുന്നത്. പക്ഷെ ഈ പെട്ടെന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സമയമില്ലായ്മയെ ഈ വിധത്തിൽ പരിഹരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇത് ചെയ്യില്ല. ഇനി ഇത് ചെയ്യുമ്പോൾ, ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ ഓർക്കും, ഇതൊക്കെയാണ് എൻ്റെ പിന്നിൽ സംഭവിക്കുന്നത്, ഞാൻ എൻ്റെ ആമാശയത്തെ, എൻ്റെ ശരീരത്തെ ഞാൻ ദ്രോഹിക്കുകയാണ് എന്ന് ആ സമയത്ത് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ പറയുന്നത്, ചിലർ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് എടുത്ത് കുടിക്കും. അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന ആസിഡ് നിർവീര്യമായി പോകും, അതിന് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ടക്കട്ടൊക്കെ കഴിക്കും. അപ്പൊ ഇടയ്ക്ക് അല്പം വെള്ളം കുടിച്ചൂടെ? തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു സ്മൂത്തായിട്ട് പോകാൻ വെള്ളം കുടിച്ചൂടെ? ആവശ്യമാണെങ്കിൽ മാത്രം ഒരല്പം കുടിക്കാം. അതല്ല എങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് കഴിയുമെങ്കിൽ ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ മുൻപ് വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ ശേഷം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏകദേശം പറയുന്നത്. ഇടയിൽ ആവശ്യത്തിന് ആവശ്യമെങ്കിൽ അല്പം വെള്ളം കുടിക്കാൻ, ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ. അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരിയുള്ള അസ്വസ്ഥതകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി അതും കഴിഞ്ഞിട്ട് ഈ ഭക്ഷണം നേരെ പോകുന്നത് ഏകദേശം 20 അടി നീളമുള്ള നമ്മുടെ ചെറുകുടലിലേക്കാണ്. ഇവിടെ സയൻസിൽ ഒരു വലിയ അത്ഭുതം നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ചെറുകുടലിലെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഒന്നുമല്ല, ഏകദേശം 39 ട്രില്യൺ, അതായത് 39 ലക്ഷം കോടി സൂക്ഷ്മജീവികൾ അഥവാ നല്ല ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എണ്ണിയാലൊടുങ്ങില്ല, അത്രയും നല്ല ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ബാക്ടീരിയകൾ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും, അയ്യോ അത് നമുക്ക് അസുഖമുണ്ടാക്കില്ലേ? ഇത് അസുഖമുണ്ടാക്കുന്ന ബാക്ടീരിയകളല്ല. ഈ ബാക്ടീരിയകളാണ് നമ്മുടെ ഈ പറയുന്ന വയറെന്ന് പറയുന്ന ഫാക്ടറി, അല്ലെങ്കിൽ ഡൈജസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഫാക്ടറിയിലെ യഥാർത്ഥ ജോലിക്കാർ. ഇവരെ ഗട്ട് മൈക്രോബയോംസ് എന്ന് പറയും.
യഥാർത്ഥ ജോലിക്കാര്, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ജോലിക്കാരാണ് ഈ കുഞ്ഞു ബാക്ടീരിയകൾ. ഇവരാണ് നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻസ്, എനർജി ഇതെല്ലാം കൃത്യമായിട്ട് വേർതിരിച്ച് നമ്മുടെ രക്തത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ കുഞ്ഞന്മാരാണ്. അപ്പൊ ഈ കുഞ്ഞു ബാക്ടീരിയകൾ കൃത്യമായിട്ട് പണിയെടുത്താൽ മാത്രമേ, അതായത് അവിടെ കൃത്യമായിട്ട് ഈ പ്രോസസ്സിങ് നടന്നാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ പോഷകാംശം നമ്മുടെ ശരീരത്തിന് ലഭിക്കൂ. നിങ്ങൾ ആപ്പിൾ കഴിച്ചോളൂ, അല്ലെങ്കിൽ വൈറ്റമിൻസ് ഉള്ള മറ്റ് സംഗതികൾ കഴിച്ചോളൂ, പച്ചക്കറികൾ കഴിച്ചോളൂ, ഈ പറയുന്ന സമീകൃത ആഹാരം എല്ലാം കഴിച്ചോളൂ. പക്ഷെ ഈ ഗുണം കിട്ടണമെങ്കിൽ ഈ കുഞ്ഞൻ ബാക്ടീരിയകൾ കൃത്യമായിട്ട് ജോലി ചെയ്യണം. പക്ഷെ പലപ്പോഴും അവർക്ക് ജോലി ചെയ്യാൻ പറ്റിയ, സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ല നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. ഈ പറയുന്ന മാതിരി വീങ്ങിയിറക്കുന്ന ഭക്ഷണം, കൃത്യമായിട്ട് ആസിഡിൽ പ്രോസസ്സ് നടക്കാതെ വരുന്ന ഭക്ഷണം, ഇത് ഈ കുഞ്ഞന്മാരുടെ കയ്യിലെത്തിയാൽ അവർക്കും പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെയും അത് കേടാകലിന് വിധേയമാകും. ഇനി ഇതിന്റെ മറ്റൊരു സൈക്കോളജിക്കൽ പ്രോസസ്സിലേക്ക് വരാം. നമ്മുടെ ഈ ഡൈജസ്റ്റിംഗ് സിസ്റ്റത്തെ പൊതുവിൽ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയാറുണ്ട്, രണ്ടാമത്തെ തലച്ചോർ എന്ന് പറയാറുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ കരുതുന്നത് നമുക്ക് ചിന്തിക്കാൻ ഒരു തലച്ചോറ് മാത്രമാണുള്ളത്. പക്ഷേ ശാസ്ത്രം നമ്മുടെ ഈ കുടലിനെ, ഈ പറയുന്ന വ്യവസ്ഥയെ വിളിക്കുന്നത് സെക്കൻഡ് ബ്രെയിൻ എന്ന് തന്നെയാണ്, രണ്ടാമത്തെ തലച്ചോറ് എന്ന് തന്നെയാണ്. കാരണം അവിടെ ഏകദേശം ഒരു 50 കോടിയോളം നാഡീകോശങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ തലച്ചോറും, അതായത് റിയൽ ബ്രെയിനും കുടലും തമ്മിൽ വേഗസ് നെർവ് എന്ന് പറയുന്ന ഒരു ഹൈ സ്പീഡ് കേബിൾ വഴി എപ്പോഴും കണക്ഷൻ നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അൺസെക്കൻഡ് ബ്രെയിൻ എന്ന് പറയാനുള്ള മറ്റൊരു കാരണം. ഇനി അതുപോലെ തന്നെ നമ്മുടെ മാനസിക അവസ്ഥയും ദഹനവും തമ്മിൽ എങ്ങനെയാണ് ബന്ധം എന്നുള്ളത് നോക്കാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നോർമലി ഒരു ഭയം വരുന്ന സമയത്ത് നിങ്ങളുടെ ഏത് ശരീരഭാഗമാണ് ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത്? വയറ് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലേ? വയറ് റെസ്പോണ്ട് ചെയ്യുന്നത് ഭയം വരുന്ന സമയത്ത്. നല്ല തീവ്രമായിട്ടുള്ള പ്രണയം വരുന്ന സമയത്ത് ഏത് ഭാഗമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അതറിയുമെങ്കിലും പറയില്ല, കാരണം വീടുകളിലായിരിക്കുന്നെന്ന് എനിക്കറിയാം. ഹൃദയത്തിന്റെ ഭാഗല്ലേ? ആണോ? വയറിലൊരു ഒരു മഞ്ഞുകട്ടയിട്ട മാതിരി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു തരിപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഭയം വരുമ്പോഴും പെട്ടെന്ന് വർക്ക് ചെയ്യുന്നത് വയറ് തന്നെയാണ്, പ്രണയം വരുമ്പോഴും വർക്ക് ചെയ്യുന്ന വയറ് തന്നെയാണ്, ഇനി പ്രണയം അങ്ങോട്ട് മുഖത്ത് പോകുമ്പോഴും വർക്ക് ചെയ്യുന്ന വയറ് തന്നെയാണെന്നാ പറഞ്ഞു കേൾക്കുന്നത്. എനിക്കറിയില്ല, എന്ത് തന്നെ ആയാലും. അപ്പോൾ ഈ വയറിന് നമ്മുടെ മാനസിക അവസ്ഥയുമായിട്ട് വളരെ കാര്യമായിട്ടുള്ള, അഭേദ്യമായിട്ടുള്ള ബന്ധം അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ശരിയല്ല എങ്കിൽ, മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ ദഹനം ശരിയാവില്ല, അല്ലേ? അതിനൊരു കാരണമുണ്ട്, ആ കാരണത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ ശരിക്കും എത്ര വില കൂടി അല്ലെങ്കിൽ എത്രമാത്രം സമീകൃതമായിട്ടുള്ള പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാലും നമ്മുടെ മനസ്സ് ശാന്തമല്ല എങ്കിൽ ആ ഭക്ഷണം വേണ്ട വിധത്തിൽ ദഹിക്കില്ല. അതായത് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓഫീസിലെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, ഇനി അതുമല്ലെങ്കിൽ ടി വിയിൽ അല്ലെങ്കിൽ മൊബൈലിൽ പേടിപ്പിക്കുന്ന വാർത്തകളോ സീരിയലുകളോ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേണ്ട വിധത്തിൽ ദഹനം നടക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാരണം. എന്തുകൊണ്ട് ദഹനം നടക്കില്ല? അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് കേട്ടോ. നമ്മളൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ബ്രെയിൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു അപായ സൂചന ബ്രെയിനിന് കിട്ടിക്കഴിഞ്ഞാൽ, ബ്രെയിൻ രണ്ട് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യും. രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്ക് ഒന്നിച്ചല്ല, ഏതെങ്കിലും ഒരു, ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്ലാൻ ചെയ്യും. അറിയാമോ? ആർക്കെങ്കിലും പറയാമോ അത് എന്താണെന്നുള്ളത്?
ഹിപ്നോസിസിന്റെ ഹയർ ലെവൽ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഒന്നുകിൽ ആ ഭയം ആ അതിജീവിക്കണം, ഉം, അല്ലെങ്കിൽ ഉം. അല്ലെങ്കിൽ അതിന്ന് എങ്ങനെ രക്ഷപ്പെടാം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ള മെത്തേഡിലേക്ക് ഏതാണ് ഫൈറ്റ് ഓർ ഫൈറ്റ് ഫ്ലൈറ്റ്. ഓർ ഫ്ലൈറ്റ്. എക്സാക്ട്ലി, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. അതായത് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ ഈ ബ്രെയിൻ ഇത്രയൊക്കെ വളർന്നു, ഇത്രയൊക്കെ അപ്ഡേറ്റഡ് ആയി എന്ന് നമ്മൾ കരുതുമ്പോഴും വാസ്തവത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളിൽ ഭൂരിഭാഗവും പണ്ടത്തെ ആ ഗുഹാമനുഷ്യന്റെ തലയിലുണ്ടായിരുന്ന ബ്രെയിനിൽ വർക്ക് ചെയ്തിരുന്ന അതേ സോഫ്റ്റ്വെയർ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഗുഹാമനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കടുവ അല്ലെങ്കിൽ ഒരു സിംഹം മുന്നിൽ ചാടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അത് ഫൈറ്റ് ചെയ്യുക, അതിനെ എതിർത്ത് തോൽപ്പിക്കുക, അതിനെ കൊല്ലുക. അതിന് പറ്റിയില്ല എങ്കിൽ ഓടി രക്ഷപ്പെടുക. ഇത് 2 മാർഗമാണ് അവന്റെ മുന്നിലുള്ളത്. മൂന്നാമത്തെ ഒരു മാർഗം കൂടി ഇപ്പൊ പറയുന്നുണ്ട്, ഫ്രീസ്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഫ്രീസായി നിന്ന് പോകുന്ന ഒരവസ്ഥ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ഫൈറ്റ് ആണെങ്കിലും ശരി, ഫ്ലൈറ്റ് ആണെങ്കിലും ശരി, അതിനോട് യുദ്ധം ചെയ്യേണ്ട സാഹചര്യമാണെങ്കിലും ശരി, ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യമാണെങ്കിലും ശരി, ശരീരത്തിന് നല്ല ഊർജം വേണം. വേണ്ടേ? അപ്പൊ ശരീരത്തിന് നല്ല ഊർജം വേണമെങ്കിൽ എന്താ ഒരു മാർഗം? നിങ്ങളുടെ വീട്ടില് ഇപ്പോഴൊന്നും വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു, വോൾട്ടേജ് കുറവുള്ള സമയത്ത്, അല്ലെങ്കിൽ പോട്ടെ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെർട്ടർ ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? ഇൻവെർട്ടർ ഉണ്ടാകും. ഇൻവെർട്ടറിൽ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? നമുക്ക് പെട്ടെന്നൊരു ഹെവി ലോഡ്, നോർമലി വീട്ടമ്മമാർക്കൊക്കെ അറിയാം, നോർമലി ഒരു മിക്സി വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടമാണ് ഇൻവെർട്ടറിൽ മിക്സി വർക്ക് ചെയ്യിച്ച് കിട്ടാൻ. വർക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓഫ് ചെയ്ത് വേറെ എല്ലാ ലോഡുകളും ഓഫ് ചെയ്യും, മറ്റെല്ലാ ലോഡുകളും ഓഫ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫൈറ്റ് ചെയ്യണമെങ്കിലും ഓടി രക്ഷപ്പെടണമെങ്കിലും ശരീരവും അതുപോലെ തന്നെ മറ്റെല്ലാ ലോഡുകളും ഓഫ് ചെയ്യും. ഈ ഓഫ് ചെയ്യുന്ന ലോഡിൽ പെടുന്ന ഒന്നാണ് നമ്മുടെ ഡൈജസ്റ്റിംഗ് സിസ്റ്റം. പോയിന്റ് മനസ്സിലായോ? ഈ ഓഫ് ചെയ്യുന്ന ലോഡുകളിൽ പെടുന്ന ഒരു സംഗതിയാണ് ഡൈജസ്റ്റിംഗ് സിസ്റ്റം. നമ്മുടെ ദഹന വ്യവസ്ഥയും അവനൊന്ന് മന്ദീഭവിപ്പിക്കും. പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും അവൻ മന്ദീഭവിപ്പിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ദഹന പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. കുട്ടികൾക്കൊക്കെ പരീക്ഷാ കാലാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എവിടെയാ? വയറ് പ്രശ്നം വരുന്നത്. ഇതാണ് സംഗതി. എന്താ ഒരു കുഞ്ഞൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്, അമ്മ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോ ഇതാണ് ഇതിന്റെ കാര്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ എവിടെയാണ് ഫൈറ്റ്, ഇവിടെ എവിടെയാണ് ഫ്ലൈറ്റ്, ഇവിടെ എവിടെയാണ് അപകടം? നമ്മൾ നമ്മുടെ കിച്ചണിൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തിനാണ് ഫൈറ്റ് ഓർ എന്തിനാണ് ഫ്ലൈറ്റ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അവിടെയാണ് ബ്രെയിനിന്റെ മറ്റൊരു പരിമിതി. ഈ ബ്രെയിന് വാസ്തവത്തിൽ പലപ്പോഴും യാഥാർത്ഥ്യത്തെ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നിങ്ങൾ പേടിപ്പിക്കുന്ന ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു വാർത്തയ്ക്ക് മുൻപിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ സബ് കോൺഷ്യസ് വിചാരിക്കുന്നത് ഞാൻ ഇതിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ പോയിന്റ് മനസ്സിലായോ? ഈ വാർത്ത ബോംബ് പൊട്ടിയത് അങ്ങ് എവിടെയോ ആണ്, മറ്റേതോ രാജ്യത്താണ്. പക്ഷെ ഇവൻ വിചാരിക്കുന്നത് എന്താ? ദേ ഇവിടെ എൻ്റെ തൊട്ട് മുൻപിൽ. ഇതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് വിചാരിക്കുന്നത്. നിങ്ങൾ കാണുന്ന ഒരു സീരിയൽ പ്രശ്നത്തില്, മായമ്മയുടെ സീരിയലില് തല്ല് നടക്കുന്നത് എവിടെയോ ആണ് അഭിനയിച്ചു കഴിഞ്ഞത്. പക്ഷെ ഇവൻ വിചാരിക്കുന്നത് എന്താ? ദാ എൻ്റെ മുന്നിൽ അടുത്ത തല്ല് നേരെ എന്നിലേക്കാ വരുന്നത്, അല്ലെങ്കിൽ ആ തല്ല് കൊള്ളാൻ നിൽക്കുന്നത് ഞാനാണ് എന്ന് ഇവരങ്ങോട്ട് സങ്കല്പിക്കും. അപ്പോ ഈ ഹൊറർ ഫിലിം കാണുമ്പോഴും അത് തന്നെയാ വരുന്നത്. ഹൊറർ ഫിലിം കാണുമ്പോഴും തന്നെയാ വരുന്നത്. ഹൊറർ ഫിലിം കാണുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട്, നമ്മൾ വളരെ സേഫ് ആയിട്ടാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തിയേറ്ററിൽ 100 കണക്കിന് പേരോടൊപ്പം ഇരിക്കുന്നത്, എങ്കിലും നിങ്ങൾ ഭയപ്പെട്ടു പോകുന്നില്ലേ? നിങ്ങളുടെ കോൺഷ്യസിന് അറിയാം ഇത് സിനിമയാണ്, ഇത് തിയേറ്റർ ആണ്, ഞാനിവിടെ സേഫ് ആണെന്ന് അറിയാം. പക്ഷെ അതിന്റെ താഴെ ഇരിക്കുന്ന സബ് കോൺഷ്യസിന് ഇതൊന്നും അറിയില്ല. അവൻ അതിനെ യാഥാർത്ഥ്യമായിട്ട് എടുത്തു വെക്കും. അതുകൊണ്ട് ആ പ്രേതം വരുന്ന ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൈയും കാലും പറിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഇവൻ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലേക്ക് പോകും. ഈ പറയുന്ന ഡൈജസ്റ്റ്. അപ്പൊ ഈ പ്രേതപ്പടം കാണുമ്പോൾ പല പ്രാവശ്യം വയറ് കാളില്ലേ? അതിന്റെ കാരണം ഇതാണ്. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്
ഇനി ഇതൊന്നും വേണ്ട. നിങ്ങൾ ഓഫീസിലെന്നോ മറ്റെവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ പറയും, ഞാൻ മൊബൈൽ അങ്ങോട്ട് മാറ്റി വെക്കും സാറേ എന്ന് പറയും. ശരി, മാറ്റി വെക്കും. എന്നിട്ട് കൂട്ടുകാരോടൊപ്പം സംസാരിക്കും. എന്താ സംസാരിക്കുക? അത് അവരുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാൻ അപ്പോഴേ സമയം കിട്ടുള്ളൂ. മനസ്സിലായി? മൊബൈൽ മാറ്റി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കഴിയുന്നിടത്തോളം ശാന്തമായിട്ടൊന്നും സംസാരിക്കുക, ശാന്തമായിട്ടൊന്നും ഭക്ഷണം കഴിക്കുക. അതുകൊണ്ടാ കാരണവന്മാർ, അല്ലെങ്കിൽ ഇന്നും ചിലരെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് മനസ്സ് ശാന്തമാക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് നന്ദി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര ബ്യൂട്ടിഫുൾ, എത്ര മഹത്തരം, എത്ര ഭംഗിയായിട്ട് അവിടെ ദഹനം സംഭവിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഹോട്ടലിൽ നിന്നായാലും ശരി, വീട്ടിൽ നിന്നായാലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം ഇച്ചിരി മോശമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കഴിക്കുന്ന സമയത്ത് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. കാരണം ഈ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലെങ്കിലും എന്തെങ്കിലും ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ കോൺഷ്യസിന് അത് അറിയാം. ബട്ട് അവൻ കാര്യമായിട്ടുള്ള ആക്ഷൻ ഒന്നും എടുക്കില്ല, അവൻ ഈ പറച്ചിലേ ഉള്ളൂ. പക്ഷെ താഴെ ഇരിക്കുന്ന സബ് കോൺഷ്യസ് അങ്ങനെയല്ല, അവൻ ആക്ഷൻ എടുക്കും. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് പറയുകയാണ്, ഓ ഈ ഭക്ഷണം ഒന്നിനും കൊള്ളില്ല. സബ് കോൺഷ്യസ് ആക്ഷൻ എടുത്ത് ഒന്നിനും കൊള്ളാത്ത ഭക്ഷണം എന്ത് ചെയ്യണം? പൈപ്പ് തുറന്ന് പുറത്തേക്ക് കളയുക. റിയലി. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങൾ, വയറിന്റെ അസ്വസ്ഥതകൾ വരുന്നത് ഭക്ഷണം മോശമായതുകൊണ്ട് മാത്രമല്ല, മോശമാണ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ധരിപ്പിച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അവനെടുക്കുന്ന ചില മുൻകരുതലുകളാ സത്യം. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് കഴിക്കുന്ന എല്ലാവർക്കും ആ പ്രശ്നം വരണ്ടേ? പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടോ? പലപ്പോഴും ആ കുറ്റം പറഞ്ഞുകൊണ്ട് കഴിക്കുന്ന ആൾക്ക് മാത്രമായിരിക്കും ഇതിന് വരുന്നത്. പിന്നെ കേട്ടിരിക്കുന്നവർക്ക് വന്നുകൂടാന്നൊന്നും ഇല്ല കേട്ടോ, സംഭവിച്ചുകൂടാന്നൊന്നുമില്ല. അപ്പൊ അതാ ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സും ദഹന വ്യവസ്ഥയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നിഷേധിക്കാനാകാത്ത വിധത്തിലുള്ള ബന്ധം അവിടെയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ വളരെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് എന്ന് തലച്ചോറ് മനസ്സിലാക്കും, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മനസ്സിലാക്കും. ഈ ദഹന വ്യവസ്ഥയെ നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മന്ദീഭവിപ്പിക്കുകയോ ചെയ്യും. വയറിലേക്കുള്ള രക്തയോട്ടം കുറയും. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ, ആരോഗ്യകരമായിട്ട് ഈ പ്രോസസ്സുകളെല്ലാം നടക്കണമെങ്കിൽ കഴിയുന്നിടത്തോളം ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടി, ഏറ്റവും സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഭക്ഷണം വയറിൽ കിടന്നിട്ട് കേടാകും, അഴുകും. അത് ഗ്യാസായിട്ടും മറ്റു വിധത്തിലുമൊക്കെ നിങ്ങളെ അസ്വസ്ഥതകളിലേക്ക് നയിക്കും. വാസ്തവത്തിൽ ഈ സമയത്ത് നമ്മുടെ മാനസിക അവസ്ഥയാണ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാര വിചാരങ്ങൾ, ഇതെല്ലാമാണ് നിങ്ങളുടെ ദഹനത്തെ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായോ? എവിടെയെങ്കിലും ക്ലാരിറ്റി വേണ്ടതുണ്ടോ കൂടുതൽ എവിടെയെങ്കിലും? ഇല്ല സർ, നന്നായി മനസ്സിലായി. ശരി, താങ്ക് യു. അപ്പോ ഇനി നമ്മുടെ ഈ കുടലിനെ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുന്ന 3 വില്ലന്മാരെ കുറിച്ച് പറയാം. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയല്ലോ, നമ്മുടെ കുടലിലെ പാവം ജോലിക്കാര് നല്ല ബാക്ടീരിയകളാണ്. അപ്പൊ ഈ നല്ല ബാക്ടീരിയകളെ കൊന്നൊടുക്കുന്ന, നല്ല ബാക്ടീരിയകളെ ഇല്ലാതാക്കി കളയുന്ന 3 പ്രധാന വില്ലന്മാരുണ്ട്. ഈ വില്ലന്മാർ നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. 1, പഞ്ചസാര, ഷുഗർ. നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ പോലെ തന്നെ, നല്ല ബാക്ടീരിയകളോടൊപ്പം തന്നെ കുറച്ച് ചീത്ത ബാക്ടീരിയകളുണ്ട്. അപ്പൊ ഈ ചീത്ത ബാക്ടീരിയകളുടെ വളരെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് പഞ്ചസാര. മനസ്സിലായോ? അപ്പൊ ഈ മധുരം കൂടുതൽ കഴിക്കുന്ന സമയത്ത് ഈ ചീത്ത ബാക്ടീരിയകൾ പെരുകും, അവന്മാർക്ക് മസിലൊക്കെ അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് ഈ പാവം നല്ല ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയും. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ കൂടെ നിന്നിട്ട് ചതിക്കുക എന്ന് പറയുന്നില്ലേ, അതാ സംഭവിപ്പിക്കുന്നത്. പക്ഷെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാ?
നമ്മൾ തന്നെയാണ്, നമ്മൾ നമ്മൾ തന്നെയാണ്. ഇനി മറ്റൊന്ന്, ഷുഗർ. എനിക്ക് തോന്നുന്നത് ശാസ്ത്രീയമായിട്ട് വളരെ അറിവിന്റെ മുകളിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു ശരാശരിയായിട്ട് കൂട്ടിയാൽ മതി. കാരണം അത് ഈ പറയുന്ന അങ്ങനെ തന്നെ എടുക്കണ്ട, നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി. അതായത് പഴയ കാലത്ത് പഞ്ചസാര എന്ന് പറയുന്നത് 5 സംഗതികളുടെ ചേരുവയാണ്. അതില് ഈ പനങ്കർക്കണ്ട്, അതുപോലെ ശുദ്ധമായിട്ടുള്ള കരിമ്പിന്റെ എസൻസ്, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഒരു സംഗതിയാണ്. എൻ്റെ പെട്ടെന്ന് ഇപ്പം കിട്ടുന്നില്ല. ഒരു കൂട്ടിനെയാണ് പഞ്ചസാര എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ എത്രമാത്രം പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയൊക്കെ പഞ്ചസാരയ്ക്കുള്ള കരിമ്പ്, ഈ കരിമ്പ് കൃഷി നടക്കുന്നുണ്ടാവുമോ? എൻ്റെ ഒരു നിഗമനം മാത്രമാണ്, സംശയം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് പകരം കെമിക്കലുകൾ ഉപയോഗിക്കുന്നില്ലേ? പ്രത്യേകിച്ച് പലഹാരങ്ങളിലൊക്കെ, ഈ ബേക്കറി ഐറ്റംസിലൊക്കെ സാക്കറിൻ എന്നൊക്കെ പറയുന്ന കെമിക്കലുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ ജ്യൂസുകളിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഐസ്ക്രീമുകളിൽ ഒക്കെ ഈ വിധത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ടാവില്ലേ? അപ്പൊ ഈ കെമിക്കലുകൾ രുചിക്ക് വേണ്ടിയിട്ട്, താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, നമ്മൾ ചിലപ്പോൾ പറയും കുറച്ച് രുചി കഴിച്ചാൽ കുറച്ച് ഡോപ്പമിനൊക്കെ കൂടുമെന്ന് പറയും. ശരിയാണ്. പക്ഷേ അത് വേണ്ടെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള രുചികൾ കഴിച്ചോളാം, നല്ല ഫ്രൂട്ടുകൾ ഒക്കെ കഴിക്കാം. അല്ലാതെ ഈ പറയുന്ന വിധത്തിലുള്ള പഞ്ചസാര, അതിൻ്റെ തുടർച്ചയായിട്ട് പൂർണ്ണമായിട്ട് നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ കുറച്ച് കാലമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ചക്ര മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടാകുമായിരിക്കും, അറിയാം. എനിവേ, ഭാഗമായിട്ട് ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷെ അത് ശരിക്കും അറിയാനുണ്ട് കേട്ടോ, നന്നായിട്ട് അറിയാനുണ്ട്. അപ്പൊ ഈ പറയുന്ന മാതിരി പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ചീത്ത ബാക്ടീരിയകളെ കൂടുതൽ വളർത്തും. അത് നല്ല ബാക്ടീരിയകളെ കൊന്നൊടുക്കാൻ, അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകളുടെ നാശത്തിന് കാരണമാകും. ഒന്ന്. ഇനി രണ്ടാമത്തെ വില്ലൻ എന്ന് പറഞ്ഞത് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തു, നമ്മൾ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ വാങ്ങുന്നത്. ഈ മാസങ്ങളോളം ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് ഭക്ഷണങ്ങളിൽ ചേർക്കുന്ന കെമിക്കലുകൾ, അതായത് പ്രിസർവേറ്റീവ്സ്, നമ്മുടെ കുടലിൻ്റെ ഭിത്തികളെ നശിപ്പിച്ചിട്ട് ഓട്ടകൾ ഉണ്ടാക്കും. ഇത് ശരീരത്തിലെ അലർജിയും ക്ഷീണവും ഉണ്ടാക്കും. അതുപോലെ ഞാനൊന്ന് ചോദിക്കട്ടെ, വാസ്തവത്തിൽ ഈ ഭക്ഷണം എന്തുകൊണ്ടാണ് കേടാകുന്നത്? നമ്മൾ ചോറ് രാവിലെ വെച്ചു, നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കേടായി പോകും. ആരാ ഇത് കേടാക്കുന്നത്? അറിയില്ല. ഏതോ സിനിമയിൽ ചോദിച്ച മാതിരി വിദ്യാഭ്യാസമുള്ള ആരും ഇല്ല. ബാക്ടീരിയസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാക്ഡ് ഫുഡുകളിൽ ഇത് കേടാകാതിരിക്കാൻ എന്തായിരിക്കും ചേർത്തിരിക്കുന്നത്? ഏത് വിധത്തിലുള്ള സംഗതികളായിരിക്കും ചേർത്തിരിക്കുന്നത്? ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയോ ചെയ്യുന്ന കെമിക്കലുകളല്ലേ ചേർക്കുക. അപ്പൊ ഈ കെമിക്കലോടുകൂടി ഈ ഫുഡ് അങ്ങോട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ, വയറിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ, അവിടെ പണിയെടുക്കേണ്ട കുഞ്ഞന്മാരെ അവർ നശിപ്പിച്ചു കളയില്ലേ? നമ്മൾ വയറിൻ്റെ ഉള്ളിലേക്ക് വിഷം കലക്കി ഒഴിക്കുന്ന മാതിരിയുള്ള ഒരു പ്രോസസ് അല്ലേ അവിടെ നടക്കുക? അതിന് ഉദാഹരണം ഏതാ? കേട്ടില്ല, ഒന്ന് പറയൂ. വീട്ടിലുണ്ടാക്കുന്ന പിക്കിളും പിക്കിൾസ് അല്ലേ, അത് പൂക്കും. അതെ 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 അതെ, എത്ര പൂക്കില്ല. അതെ അതെ. അതുപോലെ തന്നെ ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, നമ്മളിപ്പോ പാക്കറ്റുകളിൽ വാങ്ങുന്ന ആയുർവേദ മരുന്നുകൾ, നിങ്ങൾ വീട്ടിലൊരു കഷായം ഉണ്ടാക്കി നോക്കൂ, ഒരു കഷായമോ ലേഹ്യമൊക്കെ ഉണ്ടാക്കി നോക്കൂ. അതിൻ്റെ ഒരു ചെറിയ സമയം കഴിയുമ്പോഴേക്കും അത് കേടായി തുടങ്ങും. പക്ഷെ ഈ പാക്കറ്റുകളിൽ അടച്ചു വരുന്ന ഈ മരുന്നുകൾ, ഞാൻ ആയുർവേദത്തിനെതിരൊന്നും അല്ല കേട്ടോ, എങ്കിലും ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ പറയുകയാണ്. എൻ്റെയൊക്കെ ചെറിയ കാലത്ത്, ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനൊക്കെ എനിക്ക് കൂടുതൽ ആയുർവേദ തന്നിരുന്നത്. പക്ഷെ അന്ന് ചെയ്തിരുന്നത്, അന്ന് ഇന്നത്തെ മാതിരി പാക്കറ്റുകൾ അധികം ഇല്ല എന്ന് തോന്നുന്നു. പക്ഷെ ഈ പറയുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഉരലിലും അമ്മിയിലും ഒക്കെ പൊടിച്ച് കഷായമൊക്കെ ഉണ്ടാക്കി തന്ന ആ ഒരു കാലം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അത് ഈ പറയുന്ന മാതിരി ചിലപ്പോൾ 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്കായിരിക്കും കഷായം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ അത് കേടായി പോകും. അപ്പൊ ഇത്രയും പ്രോസസ്സ് ഉണ്ട്, അതിനെ ഇടിക്കാനും വറക്കാനും പൊടിക്കാനും ഒക്കെ ഉണ്ട്. എന്നിട്ട് ചെയ്യണം. ചിലത് അതാത് സമയം ചതച്ചിടാനുള്ള സാധനങ്ങളുണ്ട്.
ഇതൊക്കെയാ മെഷീൻസിൽ റെഡിയാക്കി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജങ്ക് ഫുഡുകൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഇത് മുതിർന്നവർ കഴിക്കുന്നത് പിന്നെയും പോട്ടെ എന്ന് വെക്കാം. പക്ഷെ ഈ സാധനം കുഞ്ഞുങ്ങളുടെ ചെറിയ കുടലുകളിലേക്ക് പോയാലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ദ്രോഹമാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത്. ഒരല്പം എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഒരല്പം സമയലാഭത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് ചതിയല്ലേ? എനിവേ, അപ്പൊ ഇനിയെങ്കിലും അത് ഒന്ന് ഓർത്ത് നോക്കും. നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ. ആന്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മരുന്നുകൾക്കൊന്നും ഞാൻ എതിരല്ല. മരുന്നുകൾ കഴിക്കേണ്ട സമയങ്ങളിൽ തീർച്ചയായിട്ടും കഴിക്കണം. പക്ഷേ കൃത്യമായിട്ടുള്ള വൈദ്യോപദേശമില്ലാതെ പലരും ഒരു പ്രാവശ്യം ഡോക്ടർ എഴുതി കൊടുത്ത ആന്റിബയോട്ടിക് എന്താണെന്ന് അവർക്ക് അറിയാം, അടുത്ത പ്രാവശ്യം അവരത് തന്നെ വാങ്ങിക്കഴിക്കും. അപ്പൊ ശരിക്കും ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമുണ്ടോ, ഇത് തന്നെയാണോ ഇപ്പൊ വേണ്ടത്, അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടോ, ഇതൊന്നും നോക്കില്ല. അപ്പൊ നമ്മൾ ഈ ചെറിയ പനിക്ക്, ജലദോഷത്തിന് ഇതൊക്കെ ഡോക്ടറോട് ചോദിക്കാതെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ സിറ്റിയിൽ കൊണ്ടുപോയിട്ട് ഒരു ആറ്റം ബോംബ് ഇടുന്നത് പോലെയാണ്. കാരണം ഈ അസുഖമുണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ കൂടെ തന്നെ കോടിക്കണക്കിന് ഈ നല്ല ബാക്ടീരിയകളും കൂട്ടത്തോടെ അങ്ങ് ചത്തൊടുങ്ങും. അങ്ങനെ ചത്തൊടുങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ദഹന പ്രശ്നങ്ങൾ അവിടെ നിന്ന് പോകും. അപ്പൊ നോർമലി എനിക്ക് തോന്നുന്നത് ഈ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന കൂട്ടത്തിൽ, അത് എഴുതുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന നല്ല ബാക്ടീരിയകളെ അത് ബാധിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അതിനെ കുറച്ച് കെയർ ചെയ്യാനോ വേണ്ടിയിട്ടുള്ള മറ്റു മരുന്നുകൾ കൂടി എഴുതാറുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് വാങ്ങിക്കഴിക്കുമ്പോൾ പലപ്പോഴും അത് വിട്ടുപോകും, ആന്റിബയോട്ടിക്കുകൾ മാത്രം വാങ്ങിക്കഴിക്കാൻ തുടങ്ങും. ഇതാണ് 3 വില്ലന്മാരെന്ന് പറയുന്നത്. ആരൊക്കെയാണെന്നും കൂടി ഓർമ്മിപ്പിക്കാമോ? 1 പഞ്ചസാര, 2 പ്രോസസ് ചെയ്ത ഫുഡുകൾ, 3 അനാവശ്യമായിട്ടുള്ള എന്ന് വെച്ചിട്ട് ആന്റിബയോട്ടിക് എടുക്കുകയോ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമാണോ? കൂടുതൽ എവിടെയെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ശരി, താങ്ക് യു. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് പരിഹാരം? നമുക്ക് ആരോഗ്യത്തിലേക്ക് വരാൻ, ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള 3 സ്റ്റെപ്പുകൾ നമുക്കിവിടെ നോക്കാം. 3 സ്റ്റെപ്പുകൾ. നമ്മുടെ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർന്നു തുടങ്ങിയ നമ്മുടെ ഈ ദഹന വ്യവസ്ഥയെ തിരിച്ചു പിടിക്കാൻ ലളിതമായിട്ടുള്ള 3 സ്റ്റെപ്പുകൾ, 3 പരിഹാരങ്ങളെ കുറിച്ച് നോക്കാം. അതിലൊന്ന്, നമ്മുടെ ഫാക്ടറിയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിന് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. മിനിമം 20 തവണ എങ്കിലും ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. ചവച്ചരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ലഘുവായിട്ടുള്ള വിധത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മാത്രം ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ, അതുപോലെ കഴിച്ച ഉടനെ ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടർ പറയുന്ന മാതിരി ചെയ്തോളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പ്രാഥമികമായിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക. കാരണം അത് നമ്മുടെ വയറിലെ ആസിഡിൻ്റെ ശക്തി കുറച്ച് കളയും, pH വാല്യൂ കുറച്ച് കളയും. അതുകൊണ്ട് ദഹനം സാധാരണ ഗതിയിൽ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ കുറച്ച് മുൻപോ മാത്രം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, നമ്മുടെ വയറിൻ്റെ ദഹനത്തിൻ്റെ നിലനിൽപ്പിന് സഹായിക്കുന്ന യഥാർത്ഥ ജോലിക്കാരുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരിയുള്ള കുഞ്ഞൻ ബാക്ടീരിയകൾ, നമ്മുടെ സുഹൃത്തുക്കൾ. അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒന്ന്. അതുപോലെ തന്നെ ഈ കുടലിലേക്ക് പുതിയ ജോലിക്കാർ, ഈ പറഞ്ഞ മാതിരി കുറച്ച് പേര് എന്തായാലും നശിച്ചു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ നശിച്ച് കൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പൊ അവരെ എത്തിക്കുക എന്നുള്ളത്, പുതിയ കുറച്ച് പണിക്കാരെ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്ങനെ കൊണ്ടുവരും? സിമ്പിളായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഞാനൊന്ന് ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞ മാതിരി ഒരു 40 വയസ്സ് കഴിഞ്ഞവരാണ് മെജോറിറ്റിയും കൂടെ ഉള്ളത്. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർക്ക്
എത്ര പേർക്ക് എത്രത്തോളം വയറിന് പ്രശ്നം ഉണ്ടായിരുന്നു? ഏ ഏ വളരെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. വളരെ പ്രശ്നം വളരെ കുറവാണ് അല്ലേ? അത് ഇത്തിരി മുരിങ്ങയില പിഴിഞ്ഞ് കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് മാറിക്കോളും. അതിൻ്റെയൊക്കെ സയൻസ് എനിക്കറിയില്ലേ. എനിവേ, എന്തുകൊണ്ടാണെന്നറിയാമോ അത്രമാത്രം കുറഞ്ഞു പോയത്, അത്രമാത്രം കുറഞ്ഞ വിധത്തിലുണ്ടായിരുന്നത്? അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. അതിന്റെ കാരണം മറ്റെവിടെയും തിരക്കി പോകണ്ട, അവരുടെ ഭക്ഷണ രീതി തന്നെയാണ്. എന്താ കാര്യം എന്നറിയാമോ? ഈ പറയുന്ന പുതിയ ജോലിക്കാർ ഈ കുഞ്ഞൻ ബാക്ടീരിയകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിശയമായിട്ട് തോന്നും. അതിലൊന്ന്, തൈര്, മോര് തുടങ്ങിയ സംഗതികൾ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുക. ഇനിയുമുണ്ടൊരു ഗംഭീരൻ ഐറ്റം. എന്താണെന്നറിയാമോ? ഇന്ന് നിങ്ങളെടുത്ത് കളയുന്ന സാധനമാണ്. കറിവേപ്പില അല്ല. ഒന്നുകൂടി. വെള്ളം. പഴങ്കഞ്ഞി. എക്സാക്ട്ലി, പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി. ഈ പഴങ്കഞ്ഞി വളരെ മികച്ച, വളരെ ഗംഭീരനായിട്ടുള്ള ഒരു പ്രോബയോട്ടിക്സ് ആണ്. അതായത് ഈ കുഞ്ഞൻ ബാക്ടീരിയകളെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന കുഞ്ഞന്മാർക്ക്, കുഞ്ഞു ബാക്ടീരിയകൾ കഴിക്കാൻ ഉള്ള നാരുകൾ, ഫൈബറുകൾ, ഈ ഫൈബറുകൾ അടങ്ങിയ പച്ചക്കറികൾ, ഇലക്കറികൾ, ഇതെല്ലാം ദിവസവും ഉൾപ്പെടുത്തണം. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് കുറച്ച് ഇല്ലായ്മകളുടെ പേരിലാണെങ്കിൽ പോലും ഇലക്കറികൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഈ മുരിങ്ങയില, അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഇലകൾ, നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള തന്നെ പല വിധത്തിലുള്ള ഇലക്കറികൾ, ചീര, അതുപോലെ ചെറിയ ചെറിയ ഇലക്കറികൾ ധാരാളമുണ്ട്. എന്തൊക്കെയാണ്? അതുപോലെ ചേമ്പ്, ചേന, ഇതിന്റെയൊക്കെ തണ്ടുകളൊക്കെ കറി വെക്കുമായിരുന്നു തോന്നുന്നു, അല്ലേ? ഉണ്ടോ? ഒന്ന് പറയൂ. പയറിന്റെ ഇല ഇതൊക്കെ അപ്പൊ ഇന്ന് പൈസ വന്നപ്പോ നമുക്ക് അതൊക്കെ വേസ്റ്റ് ആയി. ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ കിട്ടണം. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങും, അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട്. പറമ്പിലാണെങ്കിൽ അത് എടുക്കില്ല, അല്ലേ? എല്ലാരും ഫ്ലാറ്റിലല്ലേ സാറേ, അപ്പൊ സ്ഥലമില്ല ഇതൊന്നും ഉണ്ടാക്കാൻ. ഇപ്പൊ എല്ലാരും കുറച്ച് ചെറിയ ചെറിയ വീട്, കുറച്ച് സ്ഥലത്തല്ലേ താമസിക്കുന്നത്. അപ്പൊ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഒരു വീട്ടിലും. ഉള്ള സ്ഥലത്തൊക്കെ ടൈലിട്ട് വെച്ചിരിക്കുകയായിരിക്കും. അതാണ് പറയുന്നത്. അപ്പോ കഴിയുന്നിടത്തോളം ശരിക്കും റിയലി ഞാൻ ഇപ്പോഴും പലപ്പോഴും ഓർക്കാറുണ്ട്, പഴയ കാലത്തൊക്കെ ഹോസ്പിറ്റൽ വിസിറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു. അന്ന് ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തന്നെ എന്തോ അത്യാഹിതമാണെങ്കിൽ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ, അല്ലേ? ഇന്നൊക്കെയോ? അപ്പൊ അതിന്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഭക്ഷണ രീതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി മൂന്നാമത്തത്, 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, നന്നായിട്ട് ചവച്ച് കഴിക്കുക, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടി കുറയ്ക്കാനല്ല ഞാൻ പറയുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ സാറ് വെബിനാറിൽ പറഞ്ഞ് വല്ലപ്പോഴേ വെള്ളം കുടിക്കാവോ അല്ലെങ്കിൽ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് വെള്ളം കൂടി നിർത്തിക്കളയരുത്. വെള്ളം ധാരാളം കുടിക്കാം, പക്ഷെ അത് ഭക്ഷണത്തിന്റെ കൂടെ അല്ല എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഈ പറയുന്ന കുഞ്ഞൻ ജോലിക്കാർക്ക് ആവശ്യത്തിനുള്ള സംഗതികൾ കൊടുക്കുക, പച്ചക്കറികൾ, ഇലക്കറികൾ, പഴങ്കഞ്ഞി, മോര്, തൈര് തുടങ്ങിയ സംഗതികൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷേ മറ്റൊന്നിനും പറ്റിയില്ല എങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും മൊബൈലും ടിവിയും ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് മറ്റ് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാമോ, നമ്മളൊരു പ്ലേറ്റ് ഭക്ഷണത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന സമയത്ത് കോടാനുകൂടി പേർക്ക് അന്നത്തെ ദിവസം ഭക്ഷണം കിട്ടിയിട്ടില്ല. അവനവൻ ഭക്ഷണം കഴിക്കാത്തത് പോട്ടെ, അവനവന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് അമ്മമാരുണ്ടാകും ഈ ലോകത്തില് പലയിടങ്ങളിലായിട്ട്, മൃഗങ്ങളടക്കം. പക്ഷെ അപ്പോൾ നമ്മുടെ മുന്നിൽ കിട്ടിയ ഭക്ഷണത്തിന് ഏറ്റവും ബഹുമാനത്തോടു കൂടി, ഏറ്റവും നന്ദിയോടുകൂടി, അത് അവിടെ വിതച്ച വിത്തിന് മുതൽ അതിന് വേണ്ട എല്ലാം കൊടുത്ത പ്രകൃതി, അതിൻ്റെ പിന്നിൽ പണിയെടുത്ത കൃഷിക്കാര്,
അങ്ങനെ തുടങ്ങി നമ്മുടെ മുന്നിൽ വിളമ്പി വെച്ച ഭാര്യയോ ഭർത്താവോ അമ്മയോ ആരാണെന്ന് വെച്ചാൽ അവർക്ക് വരെ നന്ദി പറഞ്ഞുകൊണ്ട്, ഹോട്ടലിലാണെങ്കിൽ നമുക്ക് കൊണ്ടുവരുന്ന ആൾക്ക് വരെ ഒന്ന് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞിട്ട് അത് കഴിക്കുക. ഇനി പ്രത്യേകിച്ച് ഊട്ടിയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞിട്ട് തന്നെ ഭക്ഷണം കഴിക്കണം. കാരണം ഇത് ഉണ്ടാക്കിയ ആളുടെ മാനസികാവസ്ഥ, ഇത് കൊണ്ടുവന്ന് വെച്ച ആളുടെ മാനസികാവസ്ഥ, ഇതെല്ലാം ഭക്ഷണത്തിനെ ബാധിക്കും. അത് നമുക്ക് ഒരു സയൻസ് കൊണ്ടും ഒരു മെഷീനറീസ് കൊണ്ടും നിർവചിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ആ പറയുന്ന നമുക്ക് അനുകൂലമില്ലാത്ത ഊർജത്തെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നന്ദി എന്ന് പറയുന്ന, പ്രാർത്ഥന എന്ന് പറയുന്ന ആ പോസിറ്റീവ് ഊർജത്തെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുക, ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മൾ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും ലഘുവായിട്ടുള്ള ഇതിൽ എന്താണ് നിങ്ങൾക്ക് പറ്റാത്തത്? ഈ പറഞ്ഞതിൽ എന്താണ് അയ്യോ ഇതൊന്നും നമുക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റുന്ന എന്താണുള്ളത്? പഴങ്കഞ്ഞി കുടിച്ച വണ്ണം വെക്കുമെന്ന് പറയും. എന്നിട്ട് ഇപ്പൊ പഴങ്കഞ്ഞി കുടിക്കാത്തവർക്കൊന്നും വണ്ണം ഇല്ല? ഉണ്ടോ? വെറുതെ കമ്പാരിറ്റീവ്ലി ഒന്ന് നോക്കൂ. പഴയ തലമുറയിലാണോ ഈ തലമുറയിലാണോ വണ്ണം കൂടുതലുള്ളത്? നോൺ വെജ് എല്ലാം കഴിച്ച അത് പഴയ ബുദ്ധിശാലികളായിട്ടുള്ള ആളുകൾ നിങ്ങളെ കൊണ്ട് പഴങ്കഞ്ഞി കുടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത്, എന്നിട്ട് അതുകൂടി അവരുടെ അടുത്ത് അടിച്ചു കളയും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയി എന്ത് ചെയ്യാൻ പറ്റും? പഴയ ആൾക്കാർ കായിക അധ്വാനം ഉണ്ടായിരുന്നു സർ. അതെ, ഉണ്ടായിരുന്നു. യെസ്. ഇപ്പൊ ഇല്ലല്ലോ അത്. ഇപ്പൊ എല്ലാം ശരിയാണ്. പണ്ട് ലേഡീസ് ഒക്കെ മിറ്റടിക്കുക എന്നൊക്കെ പറയുമ്പോ വയറൊന്നും ചാടുകയില്ല. ശരിയാണ്. നല്ല സ്ലിം ആയിട്ടിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല, അടിക്കാൻ സ്ഥലമില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും മരയ്ക്കുക, ഇടിക്കുക, അങ്ങനെയൊക്കെ അതൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മള്. എല്ലാം മെഷീൻസ് അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ ശരീരം അനങ്ങുന്നതേ ഇല്ല എന്നുള്ളതാണ് ശരി. ഇതെല്ലാം മെറ്റിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പുറത്തു പോകും. ആ അവസ്ഥയാണ്. അപ്പൊ എന്തായാലും അറ്റ്ലീസ്റ്റ് ഭക്ഷണത്തിൽ ഇത്രയും കാര്യങ്ങൾ കഴിയുന്നിടത്തോളം ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും. നമ്മൾ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പരമാവധി നമുക്ക് ശരീരം വേണ്ടതെല്ലാം ശരീരം എടുക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഗ്യാസ്, ആസിഡിറ്റി, ഈ പറഞ്ഞ ക്ഷീണം, പൊളിച്ചത് കെട്ടല്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പരമാവധി കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഒരിക്കലും വേർതിരിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ചിന്തകൾ പോലും, നമ്മുടെ ചിന്തകൾ ഏറ്റവും ശാന്തമാകുമ്പോൾ ദഹനം ഭംഗിയായിട്ട് നടക്കും. അതുപോലെ തന്നെ ദഹനം ഭംഗിയായിട്ട് നടക്കുമ്പോൾ ആ ശരീരം പരമാവധി ആരോഗ്യകരമാവും. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം ഇത്രയൊക്കെയാണ് എനിക്ക് അറിയുന്നത്. ഇവിടെ എന്തെങ്കിലും കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. അറിയുന്നത് പറഞ്ഞു തരാം, അറിയാത്തത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചോളാം. നോൺ വെജ് കഴിക്കാതിരിക്കുന്നതുകൊണ്ട് നോൺ വെജ് ഇന്നത്തെ ജീവിത രീതിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോൺ വെജ് കഴിക്കാതിരിക്കുകയാണെങ്കിൽ വെജിറ്റേറിയനിൽ അത്രമാത്രം ശ്രദ്ധിക്കണം. കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി തന്നെ കഴിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ വെജ് നോൺ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നിർത്തുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള ചില അസ്വസ്ഥതകൾ, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, ഇതൊക്കെ ശരീരം പ്രകടിപ്പിച്ചേക്കാനുള്ള സാധ്യതകളുണ്ട്. യെസ്. മറ്റെന്തെങ്കിലും? സർ, കൃത്യമായ സമയത്ത് സ്ഥിരം കഴിക്കുന്ന സമയത്തെക്കാളും ലേറ്റ് ആയാല് പ്രത്യേകിച്ച് രാത്രി ലേറ്റ് ആകുന്ന സമയത്ത്, ഈ പറയുന്ന നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റിംഗ് സിസ്റ്റം നല്ല ആക്റ്റീവ് ആകും, പരമാവധി ആക്റ്റീവ് ആകും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ആസിഡ് കൃത്യമായിട്ട് വരാൻ തുടങ്ങും. അതുപോലെ ഈ കുഞ്ഞൻ ബാക്ടീരിയകൾ ഇപ്പൊ റെഡിയായി നിൽക്കുന്ന സാധനം വരാനായി റെഡിയായി നിൽക്കുക, ഒക്കെ ശരിയാവും. പക്ഷെ ഇത് ലേറ്റ് ആവുന്ന സമയത്ത് ഈ ഉണ്ടായ ആസിഡ് അവിടെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മൾ ശരിക്കും ഒരു 3 മണിക്കോ വൈകി കഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രവർത്തനങ്ങളിലൊക്കെ കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്.
അതുപോലെ തന്നെ രാത്രി വൈകി കഴിക്കുമ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അത് തന്നെ പറയാൻ കുറച്ച് കൂടുതലുണ്ട്. ഞാനിത് സമയം ദീർഘിപ്പിച്ച് പോകണ്ടെന്ന് വെച്ചിട്ട് ആ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത്, ആ ഒരു മോഡ്യൂൾ ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം ഇരിക്കാം. ഈ രാത്രി ഭക്ഷണത്തിന്റെ കാര്യം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റെന്തെങ്കിലും? താങ്ക് യു. താങ്ക് യു. അതുപോലെ മറ്റൊരു കാര്യം നമുക്ക് ആൽക്കമി എന്നുള്ള ഒരു 14 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഉണ്ട്. അത് 22-ാം തീയതിയാണ് തുടങ്ങുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. വളരെ ചെറിയ ഫീ മാത്രമേ ഉള്ളൂ. അതിന് 499 ആണ് ഇപ്പോൾ ഫീ വരുന്നത്. നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യിച്ചു തരാം. സമയമുണ്ടോ? ഉണ്ട്. ഇൻട്രോ വീഡിയോ ഒന്ന് കേട്ട് നോക്കൂ. ഞാനത് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി രസമായിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും എന്ന് തോന്നുന്നു. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങിയാലോ? ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് നേടിയെടുക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും ചിന്തകളുടെ ശക്തിയെക്കുറിച്ചുമൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും വീഡിയോകൾ കാണുകയും ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ കാര്യങ്ങൾ, അത് സാമ്പത്തിക സ്വാതന്ത്ര്യമാകാം, സമാധാനമുള്ള ഒരു ബന്ധമാകാം, അല്ലെങ്കിൽ മികച്ച ഒരു ജോലിയാകാം, അത് ഇപ്പോഴും നിങ്ങളിൽ നിന്നും അകലെയാണോ നിൽക്കുന്നത്? നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒരു തടസ്സം നിൽക്കുന്നത് പോലെ, ഒരു വൃത്തത്തിൽ തന്നെ വീണ്ടും വീണ്ടും കറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടുമല്ല. അതിൻ്റെ യഥാർത്ഥ കാരണം മറ്റൊന്നാണ്. നിങ്ങളുടെ ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ്, സമ്പത്തും ആരോഗ്യവും സന്തോഷവും അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന അത്രമാത്രം ശക്തിയുള്ള നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് ചില പഴയ പ്രോഗ്രാമുകളാണ്. അതായത്, പണമുണ്ടാക്കാൻ വലിയ പാടാണ്, ഞാൻ വലിയ വിജയങ്ങൾക്ക് അർഹനല്ല അല്ലെങ്കിൽ അർഹയല്ല, എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി തുടങ്ങിയ ചെറുപ്പം മുതൽ സമൂഹം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച അദൃശ്യമായ ചില വിശ്വാസങ്ങൾ. നിങ്ങൾ പുറത്തുനിന്ന് എത്രമാത്രം പോസിറ്റീവ് എനർജി കൊടുത്താലും നിങ്ങളുടെ ഉള്ളിലെ ആ നെഗറ്റീവ് ബ്ലോക്കുകൾ അതിനെ തടഞ്ഞു നിർത്തും. അതായത്, കാറിന്റെ ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് ആക്സിലേറ്റർ അമർത്തുന്നത് പോലെയാണ് അത്. വണ്ടി മുന്നോട്ട് പോകില്ല, എഞ്ചിൻ തകരാറിലാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം? അതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അദൃശ്യമായ ഈ തടസ്സങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുതിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ അതിശക്തമായ 14 ദിവസത്തെ അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ മാസ്റ്ററി കോഴ്സാണ് ദ ആൽക്കമി. ഫ്രം ലിമിറ്റേഷൻസ് ടു ഹോൾനെസ്. എന്താണ് ആൽക്കമി? പുരാതന കാലത്ത് ഇരുമ്പ് പോലെയുള്ള സാധാരണ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റുന്ന മാന്ത്രിക വിദ്യയെയാണ് ആൽക്കമി എന്ന് വിളിച്ചിരുന്നത്. ഇവിടെ
ഈ 14 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ സാധാരണ ചിന്തകളെ, നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഭയങ്ങളെയും പരിമിതികളെയും സുവർണമായ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന, നിങ്ങളെ പുതിയൊരു വ്യക്തിയായി വാർത്തെടുക്കുന്ന ശാസ്ത്രീയമായ പ്രക്രിയ. അതുകൊണ്ടാണ് ഫ്രം ലിമിറ്റേഷൻസ് ടു ഹോൾനെസ് അഥവാ പരിമിതികളിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇത് ഒരു സാധാരണ മോട്ടിവേഷൻ ക്ലാസ് അല്ല. നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ഊർജം പകർന്നതെന്ന് മടങ്ങിപ്പോകുന്ന ഒന്നല്ല ഇത് ഒരു ഡീപ് റീപ്രോഗ്രാമിംഗ് പ്രോസസ്സാണ്. അതായത് നിങ്ങൾ 14 ദിവസം എന്നോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ പോകുന്ന വലിയൊരു അനുഭവം തന്നെയായിരിക്കും ഈ പരിശീലനം. ഈ 14 ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങളെ, അതായത് ഭൂതകാലത്തിലെ സങ്കടങ്ങളെയും മറ്റുള്ളവരോടുള്ള ദേഷ്യത്തെയും പൂർണ്ണമായും കഴുകിക്കളയും. ഹോപ്പോണോപ്പോണോ പോലെയുള്ള പുരാതന ഹീലിംഗ് വിദ്യകളിലൂടെ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഒരു പുതിയ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് മണ്ണ് പാകപ്പെടുത്തുന്നത് പോലെയാണ് ഇത്. അതിനുശേഷം നമ്മൾ മാനിഫെസ്റ്റേഷൻ ലോകത്തെ ഏറ്റവും ശക്തമായ രഹസ്യങ്ങളിലേക്ക് കടക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന അതിശക്തമായ പരിശീലന രീതികൾ, സ്വന്തം ഭാവനയിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിക്കാൻ പഠിപ്പിച്ച ആധുനിക മാനിഫെസ്റ്റേഷൻ നിയമങ്ങളുടെ ആചാര്യൻ ശ്രീ നെവിൽ ഗോർദാദിന്റെ SATS സാസ് ടെക്നിക്, നിങ്ങളുടെ ഫ്രീക്വൻസിയെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്ന ക്വാണ്ടം ജമ്പിംഗ്, പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുള്ള അഡ്വാൻസ് സ്ക്രിപ്റ്റിംഗ്, ഇവയെല്ലാം നിങ്ങൾ പ്രായോഗികമായി പരിശീലിക്കും. ഇതുകൊണ്ടും തീരുന്നില്ല. പലരും മാനിഫെസ്റ്റേഷനിൽ പരാജയപ്പെടുന്നത് അവരുടെ ആഗ്രഹങ്ങളെ അമിതമായ ഉത്കണ്ഠയോടെ മുറുകെ പിടിക്കുമ്പോഴാണ്. ഇതെപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഇത് സംഭവിക്കുമോ, ഈ വിധത്തിലുള്ള ഭയങ്ങൾ. ഈ പരിശീലനത്തിലൂടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് പൂർണ്ണമായും സ്വതന്ത്രമാക്കി ഒരു വലിയ വിശ്വാസത്തോടെ ജീവിക്കാൻ നിങ്ങൾ പഠിക്കും. ദ ആർട്ട് ഓഫ് ഡിറ്റാച്ച്മെന്റ്. ഇതിലൂടെ നിങ്ങളുടെ ശരീരഭാഷ മാറും, നിങ്ങളുടെ വാക്കുകൾ മാറും. കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം പ്രതിബിംബത്തെ വലിയൊരു ആത്മവിശ്വാസത്തോടെയും സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണാൻ നിങ്ങൾക്ക് സാധിക്കും. സർവോപരി നിങ്ങളിലെ നിങ്ങളെ തികച്ചും പുതിയ ഒരു വ്യക്തിയായി കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒടുവിൽ 14-ാം ദിവസം ഈ പരിശീലനം അവസാനിക്കുമ്പോൾ നിങ്ങൾ ആ പഴയ വ്യക്തിയായിരിക്കില്ല. വിധിയെ പഴിചാരി ജീവിക്കുന്ന സാധാരണക്കാരിൽ നിന്നും സ്വന്തം വിധി സ്വയം എഴുതാൻ കഴിയുന്ന ഒരു മാസ്റ്റർ ക്രിയേറ്ററായി നിങ്ങൾ മാറിയിട്ടുണ്ടാകും.
നിങ്ങളുടെ സാമ്പത്തിക ഭയങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും. മികച്ച അവസരങ്ങളും ശരിയായ മനുഷ്യരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിശക്തമായ ഒരു കാന്തം പോലെ ആകർഷിക്കപ്പെടാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ ഫ്രീക്വൻസി അത്രമാത്രം ഉയർന്നിട്ടുണ്ടാകും. നിങ്ങൾ ഈ ലോകത്തിൽ എവിടെയായിരുന്നാലും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അതാതിടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ കേൾക്കുവാനും പരിശീലിക്കാനും കഴിയുന്ന രീതിയിൽ വാട്സപ്പിലൂടെയാണ് 14 ദിവസത്തെ ഈ ഓഡിയോ സെഷനുകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. ഓരോ ദിവസവും നിങ്ങൾ കേൾക്കേണ്ട ഗൈഡഡ് ഓഡിയോകളും ഗൈഡഡ് മെഡിറ്റേഷനുകളും ടാസ്കുകളും ഞാൻ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? പരിമിതികളുടെ പഴയ ലോകം ഉപേക്ഷിച്ച് അനന്തമായ സാധ്യതകളുടെ വലിയ ആകാശത്തിലേക്ക് പറന്നുയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ വലിയ തീരുമാനമെടുക്കാൻ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും മികച്ച അവസരമാണിത്. The Alchemy, from the limitations to wholeness എന്ന ഈ സുവർണ യാത്രയിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ പരിശീലനത്തിൽ രജിസ്റ്റർ ചെയ്യുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും 8086089337 എന്ന നമ്പറിലോ 7736298611 എന്ന നമ്പറിലോ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ ആദ്യ ദിവസത്തെ ഓഡിയോയുമായി ഞാൻ കാത്തിരിക്കുന്നു. ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം. എല്ലാവിധ ആശംസകളും. ഇത്രയും സമയം ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി കേട്ടിരുന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. Thank you, sir. Thank you. Thank you, sir. താല്പര്യമുണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്തോളൂ. അതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. മറ്റൊരു പ്രോഗ്രാമിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. അതുപോലെ ചക്ര മെഡിറ്റേഷൻ്റെ സെക്കൻഡ് ബാച്ച് നാളെ രാവിലെ ഉണ്ട് 5:45. അതിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുപോണ്ട, ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, ബൈ.